ഇരട്ടകളുടെ ഒരു അപൂർവ സംഗമം. തിരുവനന്തപുരം പാറോട്ടുകോണത്താണ് ഒരു കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങുണ്ടായത്. ആ ചടങ്ങിലേക്ക് ഇരട്ടകൾ ഒന്നിച്ചുകൂടിയ ഒരു അപൂർവ സംഗമമായിരുന്നു അവിടെ നടന്നത്. അതേ റിപ്പോർട്ടൊന്ന് കാണാം. നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇരട്ടകൾ ഒന്നിച്ചുകൂടിയത്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 10 ജോഡി ഇരട്ടകളും ഒരു ട്രിപ്പിൾസും പാറോട്ടുകോണത്തെ നെല്ലിവിള വീട്ടിലെത്തി. ഓൾ ട്വിൻസ് അസോസിയേഷൻ എന്ന പേരിൽ സംസ്ഥാനത്തെ ഇരട്ടകൾക്കുള്ള അസോസിയേഷൻ വഴിയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. പത്തനംതിട്ട സ്വദേശികളായ വിശ്വാസസ് വാവോലിൻ, വ്യാസസ് വാവോലിൻ എന്നിവർ ഇരട്ട സഹോദരങ്ങളാണ്. ഇതിൽ വ്യാസസ് വാവോലിന്റെ മകൾ നേഹ വ്യാസിന്റെ നൂലുകെട്ട് ചടങ്ങിനാണ് ഇവർ എത്തിയത്. രൂപസാദൃശ്യമുള്ള ഇരട്ടകളും പിന്നെ ഒരേപോലുള്ള ട്രിപ്ലെറ്റ്സ് ഉണ്ടാവും, 3 പേരായിട്ടുള്ള ഒരു പ്രസവത്തിൽ ജനിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മളിപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും ഇതുപോലെ മീറ്റപ്പ് നടത്താറുണ്ട്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ചിലവുകൾ അറിയാമല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഇരട്ടകളൊക്കെ ജനിക്കുമ്പോൾ 3 പേര് ജനിക്കുമ്പം അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മളിപ്പോൾ സർക്കാരിന്റെ മുന്നിലേക്ക് ഇത് എത്തിക്കുക. നൂലുകെട്ട് ചടങ്ങ് ഇരട്ടകളുടെ ഒരു അപൂർവ സംഗമമായി മാറുകയായിരുന്നു. പരസ്പരം കഥ പറഞ്ഞും പാട്ടുപാടിയും നൂലുകെട്ട് ചടങ്ങ് ഇവർ കളർഫുൾ ആക്കി. അഭിമാനമാണ്, കാരണം ഇവിടെ പോയാലും നമ്മൾ സെലിബ്രിറ്റികളാണ്, ആരായാലും നോക്കും. പ്രായം നമുക്കൊരു ഘടകമല്ല, കാരണം 70 വയസ്സായ 70-75 വയസ്സായ ആൾക്കാർ വരെ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉല്ലാസയാത്ര ഉൾപ്പെടെ ഉടൻ സംഘടിപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ ജെബി ചേരുന്നുണ്ട് തത്സമയം. ജിബിൻ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും ഇരട്ടകളെ കാണുന്നത് തന്നെ നമുക്കൊരു കൗതുകമുള്ള കാഴ്ചയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, അവരുടെ ചിരി ഒരുപോലെ, സംസാരം ഒരുപോലെ. അപ്പൊ അതിലൊരു ചേച്ചിയുടെ ബൈറ്റ് ഉണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും നമ്മളാണ് സെലിബ്രിറ്റികൾ. ശരിയാ, 2 പേരും ഒരുപോലെ ഇരിക്കുന്ന ആളുകൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിപ്പോകും. ഇവിടെ ഇപ്പോൾ 10 ജോഡി ഇരട്ടകൾ എത്തി, കൂടാതെ ഒരു ട്രിപ്പിൾസ് കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയവർക്ക് എല്ലാവർക്കും വലിയ കൗതുകമായിട്ടുണ്ടായിരുന്നില്ലേ ഇത്രയും അധികം ഇരട്ടകളെ ഒന്നിച്ച് കണ്ടപ്പോൾ? അത് തന്നെയാണ് ഹിമ അവസാനം പറഞ്ഞു നിർത്തിയ ആ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും സെലിബ്രിറ്റികളാണ്, ഞങ്ങൾ എവിടെ പോയാലും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്, എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുക. അതിന് പ്രായപരിധിയുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന ഒരു വിഭാഗമാണ് ഈ ഇരട്ടകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം ഒരുപോലെ ഇരിക്കുക കാണാൻ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസമുള്ളവരാണ്. അവരുടെ പേര് സാബു സാജൻ എന്നാണ്. അപ്പോൾ ഒട്ടും വ്യത്യാസമില്ല എന്നുള്ളതാണ്. നമുക്ക് രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. 2 പേരും മാറി മാറി കണ്ടു കഴിഞ്ഞാൽ പേര് വിളിക്കുന്നതിൽ പോലും എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിൽ പോലും നമുക്കൊരു സംശയം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, ഓരോരുത്തരും കൂടുന്നത് ഓരോ കാരണങ്ങളായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇരട്ടകളുടെ ഈ സംഗമത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഇവർ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ആദ്യം ഒരു കുട്ടി ഉണ്ടായിരിക്കും, 2ാമത് ജനിക്കുന്ന ആൾ ഇരട്ടയാണെങ്കിലോ അല്ലെങ്കിൽ 3ാമത് ജനിക്കുന്ന ആൾ ഇരട്ടയാണെങ്കിലോ ഒക്കെ അവർക്ക് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഇവരിൽ പലരുടെയും കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൂടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ ഒരു സംഗമം എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ കൂടി മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാണ് ഇവർ ഈ സംഗമത്തിലൂടെ കാണിച്ചത്. കാരണം എന്ന് പറയുന്നത് ഒരു ഇരട്ടകളായി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആശുപത്രി ചിലവുകൾ പോലും ഒക്കെ പലർക്കും ഒത്ത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഹാരം കൂടി ഇവർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ ട്വിൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയുള്ള അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള 1000-ലധികം ഇരട്ടകളാണ് ഇവരുടെ ഈ ഒരു അസോസിയേഷനിൽ നിലവിലുള്ളത്. മറ്റുള്ളവരെ കൂടി ഈ അസോസിയേഷന്റെ ഭാഗമാക്കിയതിനു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇരട്ടക്കുട്ടികൾ ജനിക്കുമ്പോൾ ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആശങ്കകളും ഉണ്ടാകും. അവരുടെ ഒന്നിച്ച് വളർന്നു വരികയാണ് 2 കുട്ടികൾ, അവരുടെ ചെലവ്, പഠനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട വിഷയം സർക്കാരിന് മുൻപിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ തങ്ങളുടെ അസോസിയേഷനിൽ അംഗമാക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ, ഇരട്ടക്കുട്ടികൾ ജനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൂടി എത്തിക്കുക എന്നൊക്കെയാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും കാഴ്ച രസകരമായിരുന്നു. 10 ജോഡി ഇരട്ടകളാണ് ആ പരിപാടിക്ക് എത്തിയത്.